ഹായ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു വർക്ക് ഒരു ചെറിയൊരു കാർ ഷെഡാണ്. ഒരു 220 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയൊരു കാർ ഷെഡ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ച ട്യൂബ് റണ്ണർ ആയിട്ട് ഉപയോഗിച്ചത് 3.5 സ്ക്വയർ ട്യൂബും കഴുക്കോലായിട്ട് ഉപയോഗിച്ചത് 2.5 സ്ക്വയർ ട്യൂബുമാണ്. പിന്നെ പട്ടിക നമ്മൾ സാധാ കൊടുക്കുന്ന ഒരു 1.25 പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. ഷീറ്റ് എടുത്തിരിക്കുന്നത് നമ്മൾ ജിന്താളിൻ്റെ ഷീറ്റാണ്, 3.5-ൻ്റെ ഷീറ്റാണ്. നമ്മുടെ മിക്ക സൈറ്റിലും ഞങ്ങൾ എടുക്കുന്ന ഷീറ്റാണ് ജിന്താൾ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷീറ്റാണ്. നമ്മുടെ ഈ ഒരു സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഏരിയ ഒരു ക്രോസ് ഏരിയയാണ്. സ്ക്വയർ അല്ല, കാണുമ്പോൾ സ്ക്വയർ പോലെ തോന്നും, പക്ഷേ സ്ക്വയർ അല്ല, അത് ഒരു ക്രോസ് ആയിട്ട് വരിക. അപ്പോൾ ഷീറ്റ് മുഴുവനും നമ്മൾ ക്രോസ് കട്ട് ചെയ്യേണ്ടി വരും. നമ്മളിതിൽ ഉപയോഗിച്ച ഷീറ്റിൻ്റെ ലെങ്ത്ത് 12 അടി ഷീറ്റാണ്. ഒരു പോർഷൻ 12 അടി വരും. ഈ ഷീറ്റ് അവസാനിക്കുന്ന പോർഷൻ, ലാസ്റ്റ് പോർഷൻ വരുന്നത് ഒരു 11 അടി 4 ഇഞ്ചിലാണ് അവസാനിക്കുക. അപ്പോൾ അത്ര ഒരു ചെറിയൊരു ക്രോസ് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ പാത്തി ഇട്ടിട്ടുണ്ട്. പാത്തി നമ്മൾ അക്കോസ്റ്റാറിൻ്റെ സ്ക്വയർ പാത്തിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷീറ്റ് അടിക്കാൻ ഉപയോഗിച്ച നമ്മൾ ഈ ഒരു സൈറ്റിൽ എപ്പോക്സി പ്രൈമർ മാത്രമാണ് അടിച്ചിരിക്കുന്നത്. അത് പിന്നെ വീട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പെയിൻറ്റർമാരെ സേൽപ്പിക്കാമെന്ന് പറഞ്ഞു ഓണർ. അതുകൊണ്ട് നമ്മൾ ആ എപ്പോക്സി പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഈ ഒരു സൈറ്റിൽ ഞങ്ങൾ ഇന്ന് 2 പേരാണ് വർക്ക് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ. അതിനോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.